ഹലോ ഓൾ, യൂണിസം മെഷർമെൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാ ആൾക്കാരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കിനി ഈ പാർട്ടിലെടുക്കാനുള്ളത് വെണ്ണ കാലിപ്പർ, സ്ക്രൂ ഗേജ്, എറേഴ്സ്, അതുപോലെ സിഗ്നൽ ഫിഗറും റൗണ്ടിങ് ഓഫ് ഒക്കെ എടുക്കാനുണ്ട്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എററിലേക്ക് പോകാം. എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? എറർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ അതിൽ സംഭവിക്കാവുന്ന പിശകുകളാണ് ഈ എറർ എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, എറേഴ്സ് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെയാണ് സിസ്റ്റമാറ്റിക് എറർ, സെക്കൻഡ് വൺ ആണ് എന്ത്, റാൻഡം എറർ. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എറേഴ്സ് ആണ് എന്ത്, സിസ്റ്റമാറ്റിക് എറേഴ്സ്. സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയുമ്പോൾ സിസ്റ്റത്തെ കുറിച്ച് പറയേണ്ടി വരും. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ്, ടെക്നിക്ക്, പേഴ്സൺ, ഈ മൂന്ന് പേരും കൂടെ ചേർന്നാണ് എന്ത്, സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എറർ ആണ് എന്താണ്, സിസ്റ്റമാറ്റിക് എറർ. അത് മൂന്ന് ടൈപ്പ് ഉണ്ട്. ഇൻസ്ട്രുമെന്റൽ എറർ ഉണ്ട്, ഇംപെർഫെക്ഷൻ എക്സ്പെരിമെന്റൽ ടെക്നിക്ക് ഉണ്ട്, പേഴ്സണൽ എറർ ഉണ്ട് കേട്ടോ. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെക്കുക, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അടുത്ത് റാൻഡം എറേഴ്സ്. റാൻഡം എറേഴ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിലുള്ള എറേഴ്സ് അല്ല, സറൗണ്ടിങ്ങിൽ ഉണ്ടാകുന്ന എറേഴ്സ് ആണ്. ഓക്കെ, അതായത് റാൻഡം ആയിട്ട്, അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് സറൗണ്ടിങ്ങിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് കൊണ്ട് സംഭവിക്കുന്ന എറേഴ്സ് ആണ് എന്ത്, റാൻഡം എറേഴ്സ് ആണ്. അത് പേഴ്സന്റെയോ ടെക്നിക്കിന്റെയോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിന്റെയോ കുഴപ്പമില്ല, സറൗണ്ടിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞേക്കുന്ന റാൻഡം എറേഴ്സ് എന്ന് പറഞ്ഞത്. ലീസ്റ്റ് കൗണ്ട് എറർ. ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ഒരു ലീസ്റ്റ് കൗണ്ട് എന്നാണ് അറിഞ്ഞേ പറ്റൂ. സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ എ മെഷറിംഗ് ഡിവൈസ് ഈസ് നോൺ ആസ് ലീസ്റ്റ് കൗണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്ന എറർ ആണെന്ത്, ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ലീസ്റ്റ് കൗണ്ട് എറർ ഈസ് ആൻ എറർ അസോസിയേറ്റ് വിത്ത് റെസൊല്യൂഷൻ ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. വെർനിയർ കാലിപ്പറിന് ഒരു ലീസ്റ്റ് കൗണ്ട് ഉണ്ട് 0.01 സെന്റിമീറ്റർ. അതുപോലെ തന്നെ സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്, 0.001 സെന്റിമീറ്റർ ആണ്. അപ്പൊ ആ ഇൻസ്ട്രുമെന്റ് അളക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ആണെന്ത്, ഏറ്റവും ചെറിയ വാല്യൂ. അതിന് പറയുന്ന പേരാണെന്ത്, ലീസ്റ്റ് കൗണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള എറേഴ്സ് ആണെന്ത്, ലീസ്റ്റ് കൗണ്ട് എറേഴ്സ് എന്ന് പറഞ്ഞത് കേട്ടോ. അക്യുറസി ആൻഡ് പ്രിസിഷൻ. അക്യുറസി എന്താണ്? ഓക്കെ, അക്യുറസി is the ability of a measurement to measure the accurate value. Accuracy of measurement is a measure of how close the measured value is to the true value. Measured value true value എത്രമാത്രം ക്ലോസ് ആണെന്ന് കാണിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ത്, ഈ അക്യുറസി എന്ന് പറയുന്നത്. പ്രിസിഷൻ അങ്ങനെയല്ല. പ്രിസിഷൻ tells us what resolution or limit to which the quantity is measured. ഒരു ഇൻസ്ട്രുമെന്റിന് എത്രമാത്രം താഴ്ന്ന് അളക്കാൻ പറ്റുന്നതാണ് പ്രിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ വാല്യൂ എത്രത്തോളം ഡീപ്പായിട്ട് മെഷർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതാണ് പ്രിസൈസ് എന്ന് പറയുന്നത്. അക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ വാല്യൂ, അതായത് നമ്മളുടെ എന്തായിരിക്കും, ഹൗ ക്ലോസ് ദ മെഷർഡ് വാല്യൂ ഇസ് ദ ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാണ് എന്ത്, അക്യുറസി. ഓക്കെ, ഇല്ലാണ്ട് ടോപ്പിക് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, എന്നാലും പഠിച്ചു വെച്ചേട്ടോ. ടൈപ്സ് ഓഫ് എറേഴ്സ്. എറർ നമുക്ക് മാത്തമാറ്റിക്കലി പറഞ്ഞ സമയത്ത് സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ് എന്ത്, റിലേറ്റീവ് എറർ, പേഴ്സൻറ്റേജ് എറർ, മീൻ അബ്സല്യൂട്ട് എറർ, ഓക്കെ, റാൻഡം എറേഴ്സ്. ഈ ഒരു സംഭവം നമ്മൾ റാൻഡം എററിന്റെ ഒരു ടോപ്പിക്കിലാണ് പെടുത്തേണ്ടത് നമ്മൾ. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കാവുന്ന എററുകൾ എങ്ങനെയാണ് നമുക്ക് അലൈൻ ചെയ്യണം നോക്കട്ടെ, നമുക്ക് നോക്കാം. ഇപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി നോക്കുക. ഇതിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആരാണ്, ടൈം പീരീഡ് ആട്ടോ. ടി ഈസ് മെഷേർഡ് ആസ് T1, T2, T3, Tn. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ടൈം പീരീഡ് മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല പല വാല്യൂസ് കിട്ടും. ആ പല പല വാല്യൂസ് ആണ് T1, T2, T3, Tn എന്ന് പറയുന്നത്. ടി മെഷർ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂസ് ആണ് ടിയുടെ പല പല വാല്യൂസ് ആണ് T1, T2, T3 അപ്പ് ടു Tn എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഇതിന്റെ അരിത്തമാറ്റിക് മീൻ കാണുക. അരിത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആവറേജ് എടുക്കുക, എല്ലാം കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ എ നമ്പർ. ഇതിനടുത്ത അബ്സല്യൂട്ട് എറേഴ്സ് കാണാം. ഈ അബ്സല്യൂട്ട് എറേഴ്സ് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ അരിത്തമാറ്റിക് മീനിന്ന് ഓരോ വാല്യൂ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് വെച്ചേക്കാം. അതാണ് അബ്സല്യൂട്ട് എറേഴ്സ് എന്ന് പറഞ്ഞത്. ഇതിന്റെ ആവറേജിന് പറഞ്ഞ പേരാണ് എന്ത്, മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? നമുക്ക് ആദ്യം നമ്മൾ കണ്ടുപിടിച്ച ഈ അരിത്തമാറ്റിക് മീനും ഈ ഫൈനൽ കണ്ടുപിടിച്ചേക്കുന്ന മീൻ അബ്സല്യൂട്ട് എററും കൂടെ പ്ലസ് ഓർ മൈനസ് ആക്കി ഈ രീതിയിൽ എഴുതുന്നതിനെ പറയുന്ന പേരാണെന്ത്, ഫൈനൽ റിപ്പോർട്ട് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. T=Tm പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ Tm. ഇതിൽ ഡെൽറ്റ Tmന്റെയും Tmന്റെയും റേഷ്യോനെ പറയുന്ന പേരാണ് എന്ത്, റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. അതിനെ ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പേഴ്സണൽ എറർ കിട്ടും. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി പലതവണ നമ്മൾ മെഷർ ചെയ്യുക. ആ മെഷർ ചെയ്യുന്ന വാല്യൂസിന്റെ ആവറേജ് എടുക്കുക, അത് നമ്മൾ അരിത്തമാറ്റിക് മീൻ എന്ന് വിളിക്കും. ആ ആവറേജിൽ നിന്ന് ഓരോ വാല്യൂ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിന്റെ എന്തെടുക്കുക, മാഗ്നിറ്റ്യൂഡ് എടുത്ത് വയ്ക്കുക. അത് നമ്മൾ അബ്സല്യൂട്ട് എറേഴ്സ് എന്ന് വിളിക്കും. അതിന്റെ ആവറേജ് നമ്മൾ മീൻ അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കും. ആ മീൻ അബ്സല്യൂട്ട് എററും അതുപോലെ ആദ്യമുള്ള അരിത്തമാറ്റിക് മീനും കൂടെ പ്ലസ് ഓർ മൈനസ് ആക്കി വെക്കുക. അതായത് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്തപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഒരു ആവറേജ് ഉത്തരം കിട്ടിയത്, ഇത്ര എറർ സംഭവിച്ചേക്കാം എന്നാണ് അതിൻ്റെ ഒരു ലോജിക്ക്. അത് രണ്ടിന്റെ റേഷ്യോ ആണ് റിലേറ്റീവ് എറർ. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് കിട്ടും, പേഴ്സണൽ എററും കിട്ടും. ദെൻ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാട്ടോ.
ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് റെക്കോർഡഡ് ഇൻ 3 എക്സ്പെരിമെന്റ്സ് 1.9, 2.0, 2.1. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മീൻ അബ്സോല്യൂട്ട് എററും റിലേറ്റീവ് എററും പേഴ്സണൽ എററും ഒക്കെ കാണണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് കാണാം? T1, T2, T3 ആണ് കൊടുത്തേക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ അരിത്തമാറ്റിക് മീൻ കാണാം. അരിത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ 1.9 പ്ലസ് 2.0 പ്ലസ് 2.1 ഡിവൈഡ് ബൈ 3. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 2 സെക്കൻഡ് തന്നെയാണ് കിട്ടുക. ഇനി നമുക്ക് ഓരോന്നിലുണ്ടാവുന്ന അബ്സോല്യൂട്ട് എറേഴ്സ് കാണണം. ഡെൽറ്റ T1, ഡെൽറ്റ T2, ഡെൽറ്റ T3 മാറ്റ് കൊടുക്കണം. ഈ അരിത്തമാറ്റിക് മീനിൽ നിന്ന് ഓരോ വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്യുക. 2 മൈനസ് 1.9, 2 മൈനസ് 2.0, അതേപോലെ 2 മൈനസ് 2.1. മാറ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 0.1, 0.1. അടുത്തായിട്ട് നമ്മൾ ഇതിന്റെ എന്ത് കാണണം? മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ നമ്പർ. 0.1 പ്ലസ് 0 പ്ലസ് 0.1 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 0.2/3 എന്ന് കിട്ടും. 2/3 എന്ന് പറഞ്ഞാൽ 0.67, 0.067 എന്ന് കിട്ടും. ഒന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ റൗണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6, 5നേക്കാൾ വലിയ നമ്പറാണ്. 0.1 റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അവിടെ നോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് കാണേണ്ടത് ഇതിന്റെ മീൻ അബ്സോല്യൂട്ട് എറർ നമുക്ക് കിട്ടി 0.1 ആണ്. അപ്പൊ ഒരു പറഞ്ഞേക്കണ എത്രയാണ്? 0.01 എന്നാണ്. അപ്പൊ അത് തെറ്റാണ്. അടുത്ത് നമുക്ക് ഇത് കാണാം, റിലേറ്റീവ് എറർ കാണാം. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ TM/TM ആണ് കാണേണ്ടത്. അതായത് 0.1 ഡിവൈഡ് ബൈ 2. അപ്പൊ എത്ര കിട്ടും? 1/2, 0.5, 0.05 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ അടുത്ത ഓപ്ഷനായ റിലേറ്റീവ് എറർ കറക്റ്റ് ആണ്. ഇനി പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡെൽറ്റ TM/TM ഇൻറ്റു 100 കണ്ടാൽ മതി. അപ്പൊ 0.05 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 5% കിട്ടണത്. അങ്ങനെ ആൻസർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത രണ്ട് ഓപ്ഷനും കൂടെ തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? റിലേറ്റീവ് എറർ ഈസ് 0.05%. ഓക്കെ, ഈ മോഡലാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെയൊക്കെ വരാം. How to add, subtract, multiply and divide physical quantities. Okay, നോക്കട്ടോ. ആദ്യ കാര്യം പറയട്ടെ, നമുക്ക് അഡീഷൻ എങ്ങനെ നോക്കാം കേട്ടോ. ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എഴുതാൻ വേണ്ടി പോകണം. അപ്പൊ A എന്ന് എഴുതാൻ വേണ്ടി പോട്ടോ. A ഈക്വൽ ടു AM പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ AM. B ഈക്വൽ ടു BM പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ BM. ഇത് A എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി അരിത്തമാറ്റിക് മീനും അതിന്റെ മീൻ അബ്സോല്യൂട്ട് എററും ആണ് കാണുന്നത്. ഈ നേരത്തെ നമ്മൾ ചെയ്തില്ലേ? T ഈക്വൽ ടു TM പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ TM എന്ന് എഴുതിയില്ലേ? ഇതേ ലോജിക്കിൽ നമ്മൾ പറഞ്ഞു കേട്ടോ നമ്മൾ. ഓക്കെ, അപ്പൊ A ഈക്വൽ ടു AM പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ AM, B ഈക്വൽ ടു BM പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ BM. ഇതിന്റെ ഒരു റിസൾട്ടന്റ് ആണ്. ഇതിന്റെ ഒരു എയും ബി ചിലപ്പോൾ ആഡ് ചെയ്തായിരിക്കാം, സബ്ട്രാക്ട് ചെയ്തായിരിക്കാം. എന്തോ ഒരു ആൾജിബ്ര കഴിഞ്ഞ് കിട്ടിയ റിസൾട്ട് ആണെന്ത് നമ്മുടെ Z എന്ന് പറയുന്നത്. അതെങ്ങനെ എഴുതാം? ZM പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ZM. നോക്കട്ടോ, Z ഈസ് ദ റിസൾട്ട് ഓഫ് സം ആൾജിബ്രൈക് ഓപ്പറേഷൻ ഇൻവോൾവിംഗ് A ആൻഡ് B. ഇത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? അഡീഷൻ നോക്കാം. അഡീഷൻ പറഞ്ഞ സമയത്ത് Z ഈക്വൽ ടു A പ്ലസ് B എന്നാണ് കരുതണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോണ ഫൈനൽ റിസൾട്ട് പറയുമ്പോൾ അതിന്റെ ഉത്തരം എങ്ങനെയായിരിക്കും? ZM പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ZM എന്ന് പറയുമ്പോൾ അരിത്തമാറ്റിക് മീനുകൾ തമ്മിൽ ആദ്യം എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. AM പ്ലസ് BM പ്ലസ് ഓർ മൈനസ്, ഇനി എന്ത് ചെയ്യുക? മീൻ അബ്സോല്യൂട്ട് എറേഴ്സ് തമ്മിലും ആഡ് ചെയ്യുക. ഡെൽറ്റ AM പ്ലസ് ഡെൽറ്റ BM. ഇങ്ങനെയാണ് അതിന്റെ ആഡ് ചെയ്യേണ്ടത്. ഇനി റിലേറ്റീവ് എറർ ആണ് ചോദിക്കുകയാണെങ്കിൽ ഡെൽറ്റ ZM ബൈ എന്തായിരിക്കും? ZM ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡെൽറ്റ AM പ്ലസ് ഡെൽറ്റ BM ഡിവൈഡ് ബൈ ആരായിരിക്കും? AM പ്ലസ് BM. ഇതാണ് റിലേറ്റീവ് എററിന്റെ ഫോർമുല അഡീഷന്റെ കേസിൽ. ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പൊ A ഈക്വൽ ടു ഒരു 2 പ്ലസ് ഓർ മൈനസ് 0.2, B ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് 0.1 ആണെന്ന് കരുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും? A പ്ലസ് B എന്നല്ലേ പറയാ. അപ്പൊ Z എങ്ങനെ കിട്ടും? Z ഈക്വൽ ടു അരിത്തമാറ്റിക് മീനുകൾ തമ്മിൽ ആഡ് ചെയ്യുക. 2 പ്ലസ് 1 പ്ലസ് ഓർ മൈനസ് എറേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 0.2 പ്ലസ് 0.1 ഈക്വൽ ടു 3 പ്ലസ് ഓർ മൈനസ് 0.3. ഇനി റിലേറ്റീവ് എറർ ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിന്റെയും കൂടെ റേഷ്യോ കണ്ടാലും മതി. ഇതാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ചത്. അഡീഷൻ പറഞ്ഞു. അടുത്തതാണ് നമുക്ക് സബ്ട്രാക്ഷൻ പറയാം. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ
z ഈക്വൽ ടു ആരായിരിക്കും a മൈനസ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ zm പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ zm ഈക്വൽ ടു അരിത്തമാറ്റിക് മീനുകൾ തമ്മിൽ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. പക്ഷെ എറേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, ഇനി റിലേറ്റീവ് എറർ ആണ് ചോദിക്കണമെങ്കിൽ ഡെൽറ്റ zm ബൈ zm ഈക്വൽ ടു അരിത്തമാറ്റിക് മീനുകൾ തമ്മിൽ ആഡ് ചെയ്തതിൻ്റെയും അതേപോലെ തന്നെ മീൻ അബ്സൊല്യൂട്ട് എറേഴ്സ് തമ്മിൽ ആഡ് ചെയ്തതിൻ്റെയും അരിത്തമാറ്റിക് മീനും തമ്മിൽ സബ്ട്രാക്ട് ചെയ്തതിൻ്റെയും കൂടെ റേഷ്യോ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇതാണ് സബ്ട്രാക്ഷൻ്റെ ഫോർമുല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ ഫോർമുല നോക്കാം കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z ഈക്വൽ ടു എ ബി എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ ഫോർമുലയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. zm പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ zm എന്ന് പറയുമ്പോൾ am bm പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ am ബൈ am പ്ലസ് ഡെൽറ്റ bm ബൈ bm ഇൻറ്റു ഒന്നും കൂടെ ആര് am bm മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ റിലേറ്റീവ് എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഡെൽറ്റ zm ബൈ zm ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ am ബൈ am പ്ലസ് ഡെൽറ്റ bm ബൈ bm ഈ ഒരു ഫോമുലയാണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഫോമുലാസ്. നമുക്ക് ഡിവിഷൻ്റെ ഫോമുല നോക്കാം കേട്ടോ. z ഈക്വൽ ടു a ബൈ b എന്നാണ് വന്നെങ്കിൽ zm പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ zm ഈക്വൽ ടു am ബൈ bm പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ am ബൈ am പ്ലസ് ഡെൽറ്റ bm ബൈ bm ഇൻറ്റു ഒന്നും കൂടെ ആരായിരിക്കും am ബൈ bm. ഇങ്ങനെയാണ് എൻ്റെ ഫോമുല ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതിൻ്റെ റിലേറ്റീവ് എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ ഡെൽറ്റ zm ബൈ zm ഈക്വൽ ടു ഡെൽറ്റ am ബൈ am പ്ലസ് ഡെൽറ്റ bm ബൈ bm. അത് രണ്ടിൻ്റെ കേസിൽ സെയിം ആണ്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും റിലേറ്റീവ് കാണുന്ന ഒരുപോലെയാണ്. ഇനി പവർ വരുന്ന ഒരു കേസ് നോക്കട്ടെ. നമുക്കിപ്പോൾ പവർ വരുന്ന കേസ് ഇപ്പോൾ z ഈക്വൽ ടു a റേസ് ടു p എന്ന് വരികയാണെങ്കിൽ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ഡെൽറ്റ zm ബൈ zm ചോദിക്കുകയാണെങ്കിൽ ഈ p മുമ്പിലേക്ക് ഇട്ട് ഡെൽറ്റ am ബൈ am കണ്ടാൽ മതി. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഒരു z ഈക്വൽ ടു a റേസ് ടു p b റേസ് ടു q ഡിവൈഡ് ബൈ c റേസ് ടു r ഫോമിലാണെങ്കിൽ ഡെൽറ്റ zm ബൈ zm ചോദിക്കുകയാണെങ്കിൽ p ഇൻറ്റു ഡെൽറ്റ am ബൈ am പ്ലസ് q ഇൻറ്റു ഡെൽറ്റ bm ബൈ bm പ്ലസ് r ഇൻറ്റു ഡെൽറ്റ cm ബൈ cm. ഈ ഒരു ഫോമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഫോമിലേക്ക് ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ പ്രോബ്ലങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഈ ഫോമിലേക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. If the error in the measurement of radius of a sphere is 2%, then the error in the determination of volume of the sphere കാണണം. ഈ വോളിയത്തിൻ്റെ ഇക്വേഷൻ ആരാ, 4/3 പൈ r ക്യൂബ് എന്നാണ് വരിക. 4/3 പൈ ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഈ കോൺസ്റ്റന്റിന്റെ ഭാഗത്ത് എറർ ഉണ്ടാവില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യും, ഈ വിയിലുള്ള ഒരു റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ vm ബൈ vm ഈക്വൽ ടു 3 മുമ്പിലേക്ക് എടുക്കുക. 3 ഇൻറ്റു ആരായിരിക്കും ഡെൽറ്റ rm ബൈ rm എന്ന് വരും. അപ്പോൾ ഡെൽറ്റ vm ബൈ vm ഇൻറ്റു 100 ഈക്വൽ ടു 3 ഇൻറ്റു ഡെൽറ്റ rm ബൈ rm ഇൻറ്റു 100 എന്ന് വരും. അതായത് 3 ഇൻറ്റു ഈ റേഡിയസിലുള്ള പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട് എത്രയാണ്, 2%. അപ്പം നമുക്ക് എത്ര കിട്ടും, 6% കിട്ടും. ലെങ്തിലുള്ള പെർസെൻറ്റേജറിൻ്റെ 2 ടൈംസ് ആയിരിക്കും ഏരിയ, 3 ടൈംസ് ആയിരിക്കും വോളിയത്തിൽ ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In an experiment, the percentage error occurred in the measurement of physical quantity A, B, C, D are 1, 2, 3 and 4. Then the maximum percentage error in the measurement of x, where x equal to a raised to half b, a square b raised to half c raised to 1/3 d cube. X equal to a square b raised to half divided by c raised to 1/3 d cube. ഇതല്ലേ നമ്മുടെ ഫോർമുല. അപ്പോൾ ഡെൽറ്റ
എക്സ് എം ബൈ എക്സ് എം എന്ന് പറയുകയാണെങ്കിൽ 2 ഇൻറ്റു ഡെൽറ്റ എ എം ബൈ എ എം, ഒരു പെർസെൻറ്റേജർ അല്ല, നമുക്ക് നേരിട്ട് പെർസെൻറ്റേജർ കാണാം കേട്ടോ, ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഡെൽറ്റ എ എം ബൈ എ എം ഇൻറ്റു 100, എല്ലാത്തിനും കൂടി 100 മൾട്ടിപ്ലൈ ആട്ടോ, പ്ലസ് ഹാഫ് ഇൻറ്റു ഡെൽറ്റ ബി എം ബൈ ബി എം ഇൻറ്റു 100 പ്ലസ് 1/3 ഇൻറ്റു ഡെൽറ്റ സി എം ബൈ സി എം ഇൻറ്റു 100 പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ ഡി എം ബൈ ഡി എം ഇൻറ്റു 100. അതായത് 2 ഇൻറ്റു എയിലുള്ള പെർസെൻറ്റേജ് എത്രയാണ് 1% പ്ലസ് ഹാഫ് ഇൻറ്റു 2% പ്ലസ് 1/3 ഇൻറ്റു 3% പ്ലസ് 3 ഇൻറ്റു 4%. ആഡ് ചെയ്യുമ്പോൾ 2% പ്ലസ് 1% പ്ലസ് 1% പ്ലസ് 12%, 16% കിട്ടും കേട്ടോ. ഓക്കെ, ദിസ് ഈസ് ആൻസർ. വെറുതെ മൾട്ടിപ്ലൈ ആവുന്ന കാര്യമുള്ളൂ, ഇത്രയൊന്നും സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The period of oscillation of a simple pendulum T equal to 2 pi root L by G. Measured value of L is 20 cm, known to be 1 mm accuracy, and a time for 100 oscillation of the pendulum is found to be 100 seconds using a wristwatch of 1 second resolution. What is the accuracy determination of G? ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. ഇത് നന്നായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ ടൈം പീരീഡ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, T equal to 2 pi root L by G. ഒന്ന് സ്ക്വയർ ചെയ്താൽ T equal to 4 pi square L by G എന്ന് വരും. അപ്പോൾ G equal to എന്ത് കിട്ടും? 4 pi square L by T square എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ പെർസെൻറ്റേജ് എറിൻ G എങ്ങനെ കാണാൻ പറ്റും? ഒരു ഡെൽറ്റ G ബൈ G ഇൻറ്റു 100 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ഒന്നും ഇടുന്നില്ല കേട്ടോ. നമ്മൾ 4 pi square കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100 എന്ന് കാണാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഇതിൽ നമുക്ക് ലെങ്ത് കൊടുത്തിട്ടുണ്ട്, പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം കൊടുത്തിട്ടുണ്ട്, മെഷേർഡ് വിത്ത് വാല്യൂ ഓഫ് ലെങ്ത് ഈസ് 20 cm, നോൺ ടു ബി 1 mm അക്യുറസി, ടൈം ഫോർ 100 ഓസിലേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് 100 സെക്കൻഡ് ആണ്, റിസ്റ്റ് വാച്ച് ഓഫ് റെസൊല്യൂഷൻ 1 സെക്കൻഡ് ആയിട്ടല്ലേ. ഈ വാല്യൂ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ആദ്യമായിട്ട് ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് എത്രയാണ്? 20 cm. നോൺ ടു ബി അക്യുറസി ഓഫ് 1 mm എന്ന് പറയുമ്പോൾ അത് ലെങ്ത്തിന്റെ എറർ ആണ് കൊടുത്തേക്കുന്നത്. 1 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 cm. പിന്നെ നമ്പർ ഓഫ് ഓസിലേഷൻ കൊടുത്തിട്ടുണ്ട് 100. ടോട്ടൽ ടൈം കൊടുത്തിട്ടുണ്ട് എത്രയാണ്? 100 സെക്കൻഡ്. അതായത് 100 സെക്കൻഡിന് വേണ്ട ഓസിലേഷന് വേണ്ട സമയമാണത് 100 സെക്കൻഡ് എന്ന് പറഞ്ഞത്. പിന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്? വാച്ചിന്റെ റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടൈം അളക്കണ ഉപകരണമാണ് വാച്ച്. വാച്ചിന്റെ റെസൊല്യൂഷൻ ആരാ? ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. ടൈമിലുള്ള എററാണ് കേട്ടോ. ടൈം അളക്കുന്ന ഉപകരണമാണ് വാച്ച്. അപ്പൊ അതിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ എററാക്കി എടുക്കാം. ഇവിടെ നമ്മൾ ലീസ്റ്റ് കൗണ്ട് ആയ അല്ലെങ്കിൽ അക്യുറസീനെ എററാക്കി എടുത്തു, അതുപോലെ റെസൊല്യൂഷനെ എററാക്കി എടുത്തു കറസ്പോണ്ടിങ് ആൾക്കാരുടെ. ഈ കാര്യം പറയട്ടെ, ഈ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്താ? ടി ബൈ എൻ ആണ് പറയുക. അപ്പൊ ഡെൽറ്റ ടി ബൈ ടിക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം? സ്മോൾ ഡെൽറ്റ ടി ബൈ ടി എന്ന് വേണമെങ്കിൽ കാണാൻ പറ്റും, എന്നൊരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. അപ്പൊ ഈ വേണമെങ്കിൽ ഈ ഡെൽറ്റ ടി ബൈ ടിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇൻസ്റ്റെഡ് ഓഫ് ഡെൽറ്റ ടി ബൈ ടി സ്മോൾ ഡെൽറ്റ ടി ബൈ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കട്ടോ. ഇവിടെ ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100. ഡെൽറ്റ എൽ എത്രയാണ്? 0.1 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 100 പ്ലസ് അതേപോലെ തന്നെ 2 ഇൻറ്റു സ്മോൾ ഡെൽറ്റ ടി. നമ്മളിപ്പോൾ ഡെൽറ്റ ടി ബൈ ടി എന്നുള്ള ക്യാപിറ്റൽ ഡെൽറ്റ ടി ബൈ ടിക്ക് പകരം ടോട്ടൽ ടൈമിനെയും ടോട്ടൽ ടൈമിന്റെ എററിനെയാണ് കൊണ്ടുവന്നത് കേട്ടോ. ഈ ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്. സ്മോൾ ടി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ടൈമാണ്. ടോട്ടൽ നമ്പർ ഓഫ് ടൈം ഫോർ അത്ര ഓസിലേഷൻ പറയില്ല, മൊത്തം ഓസിലേഷൻ വേണ്ട സമയമാണ് എന്താ ഈ സ്മോൾ ടി എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഈ ടീൻ്റെ വാല്യൂ എത്രയാണ്? 100 സെക്കൻഡ് ആണ്, റെസൊല്യൂഷൻ 1 ഇൻറ്റു 100. ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ ഒരു 0.5 എന്ന് കിട്ടും. 100/20 5 ഇൻറ്റു 0.1 0.5 പ്ലസ് 2 എന്ന് കിട്ടും. ലാസ്റ്റ് കിട്ടാൻ പോണ ആൻസർ 2.5 എന്നൊരു ആൻസറാണ് കിട്ടുക കേട്ടോ. ഓക്കെ, 2.5% ആയിരിക്കും എന്തിലുണ്ടാവുന്ന എറർ? നമ്മുടെ വൃത്തിയായിട്ട്
2.5% ജിയിൽ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് എറർ. NCERT ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്, നിങ്ങളെല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ നമ്മുടെ ഇക്വേഷനിൽ വരുന്ന ടൈം പീരീഡിന്റെ എററുമാണ് വന്നത്. പക്ഷെ അത് ഞാൻ എന്തൊക്കെ മാറ്റി, ടോട്ടൽ ടൈമിന്റെ എററാക്കി മാറ്റി. അതിനാണ് നമ്മൾ ഈ സ്റ്റെപ്പ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അത് കൊടുക്കുക. NCERT ടെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഇതേ സ്റ്റെപ്പ് തന്നെ അതിൽ കാണാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലേക്കാണ്. ഓക്കെ, ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ എഴുതി വെക്കുമ്പോൾ അതിലുണ്ടാവേണ്ട എല്ലാ റിലയബിൾ ഡിജിറ്റ്സിന്റെയും ഒന്നാമത്തെ അൺസർട്ടൺ ഡിജിറ്റിനെയും കൂടെ മൊത്തം നമ്പറിന് പറയുന്ന പേരാണ് എന്ത്, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കട്ടോ. നോർമലി ദ റിപ്പോർട്ട് റിസൾട്ട് ഓഫ് എ മെഷർമെന്റ് ഈസ് എ നമ്പർ ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഡിജിറ്റ്സ് ഇൻ ദ നമ്പർ ദാറ്റ് ആർ നോൺ ആസ് റിലയബിളി പ്ലസ് ദ ഫസ്റ്റ് ഡിജിറ്റ് ദാറ്റ് ഈസ് അൺസർട്ടൺ. റിലയബിൾ പ്ലസ് the first uncertain digit are known as significant figure or significant digits. If we say that period of oscillation of simple pendulum is 1.62 second, ഇപ്പോൾ 1.62 സെക്കൻഡ് എന്നാണ് ഒരു പീരീഡ് ഓഫ് ഓസിലേഷൻ കൊടുത്തതെങ്കിൽ ഇപ്പോൾ ടൈം പീരീഡ് നമ്മൾ മെഷർ ചെയ്ത് വെച്ചേക്കാട്ടോ. ഇതിൽ ഈ ഒന്ന് എന്ന് പറഞ്ഞ നമ്പർ ഉറപ്പായിട്ടും എന്താണ്, റിലയബിൾ ആണ്. ഈ രണ്ടും റിലയബിൾ ആണ്. ഈ 6 റിലയബിൾ ആണ്. ഈ 2 എന്നുള്ള സംഖ്യ ഒന്നാമത്തെ അൺസർട്ടൺ ആണ്. അപ്പൊ എത്ര സിഗ്നിഫിക്കർ ഉണ്ട്? മൊത്തം 3 SF ഇതിലുണ്ട്. 2 റിലയബിളും ഒരു അൺസർട്ടൺ. കാരണം ഈ 1.62 ചിലപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ 1.62 എന്നായിരിക്കും, വേറെയുള്ള എഴുതുമ്പോൾ 1.63 വരും. അപ്പൊ 1 ഉറപ്പുണ്ട്, 6 ഉറപ്പുണ്ട്. പക്ഷെ ഈ 2 എന്നുള്ളത് ചിലപ്പോൾ എന്തായി പോകും, 3 ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഒന്നാമത്തെ അൺസർട്ടൺ ആണ്. ഇനി അൺസർട്ടൺ നമ്പേഴ്സ് വരാം. ഇതിങ്ങനെ കാണാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ശരിക്കും സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന് അതിൻ്റെതായ എന്തുണ്ട്, റൂൾസ് ഉണ്ട്. ആ റൂള് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രം മതി. All non-zero digits are significant. പൂജ്യമല്ലാത്ത എല്ലാ നമ്പറും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ 4, 2, 3 എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ എത്ര സിഗ്നിഫിക്കർ ഉണ്ട്? 3. ഈ 4, 2, 3 ഒക്കെ എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. പക്ഷെ പൂജ്യത്തിന്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അടുത്ത് പറയാൻ പോവാണ്. All zeros between two non-zero digits are significant. ഈ 1 സിഗ്നിഫിക്കൻ്റ് ആണ്, ഈ 1 സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതിനിടയിലുള്ള ഈ 2 പൂജ്യം കൂടെ എന്തായിരിക്കും, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും കേട്ടോ. All zeros to the right of a non-zero digit are not significant if there is no decimal point. Okay. ഈ 7200 ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ലെങ്കിൽ ഈ 72 സിഗ്നിഫിക്കൻ്റ് ആണ്. പക്ഷെ അവസാനം വന്ന പൂജ്യങ്ങൾ എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഇതിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഇതിൽ 1, 2, 3, 4, 5 എണ്ണം ഉണ്ടെങ്കിൽ ഇതിൽ എത്ര എണ്ണം ഉള്ളൂ? 2 എണ്ണം ഉള്ളൂ. എന്നാൽ ഒരു ഡെസിമൽ പോയിന്റ് വന്നാലോ അപ്പൊ അവസാനം വന്ന പൂജ്യങ്ങൾ എന്തായിരിക്കും, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഡെസിമൽ പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഈ 7200 ഒരു ഡെസിമൽ പോയിന്റ് വന്നില്ലേ, അപ്പൊ ഈ 2 പൂജ്യങ്ങൾ എന്തായിരിക്കും, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. 4. പിന്നെ വേറൊരു എക്സാമ്പിൾ വേണ്ടി കാണിച്ചിട്ടാണെങ്കിൽ 7200.0 ഡെസിമൽ പോയിന്റ് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് വന്ന പൂജ്യങ്ങളെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഡെസിമൽ പോയിന്റിന്റെ മുമ്പും ആകാം പിന്നിലും ആകാം. അപ്പൊ ഈ പൂജ്യങ്ങളൊക്കെ ഇപ്പൊ എന്തായി, സിഗ്നിഫിക്കൻ്റ് ആയി. അവസാനം വന്ന പൂജ്യങ്ങൾ എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. പക്ഷെ ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആണ് കേട്ടോ. ഇല്ലെങ്കിൽ അവസാനം വന്ന പൂജ്യങ്ങൾ എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. പക്ഷെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന രൂപത്തിലാണെങ്കിൽ ഫോർ എക്സാമ്പിൾ 7200 കിലോഗ്രാം ഈ ഒരു കണക്കിലാണെങ്കിൽ ഈ അവസാനം വന്ന പൂജ്യങ്ങൾ എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പൊ ഇത് 3 കൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ മാത്രം മതി. അതായത് ഡെസിമൽ പോയിന്റ് ഇല്ലെങ്കിൽ വെറുതെ ഒരു നമ്പർ ആയിട്ട് തന്നിരിക്കുകയാണ്. ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ലെങ്കിൽ അവസാനം വന്ന പൂജ്യങ്ങൾ എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. പക്ഷെ ഡെസിമൽ പോയിന്റ് ഇട്ടാലോ ആണ്. ഇതിലിപ്പോൾ എത്ര എണ്ണം വന്നു? 5 എണ്ണം വന്നു കേട്ടോ. ഓക്കെ, ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് അതിൽ 4 എണ്ണം വന്നു. പിന്നെ ഇതിൽ എത്ര എണ്ണം വന്നു? ഇതിൽ 4 എണ്ണം ഉണ്ട്. ഈ യൂണിറ്റിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യുന്നതിന് വിത്ത് യൂണിറ്റിൽ റെപ്രസെന്റ് ചെയ്യുക. അങ്ങനെ റെപ്രസെന്റ് ചെയ്താലും അതിലുള്ള എല്ലാ പൂജ്യങ്ങളും എന്തായിരിക്കും, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഓക്കെ, ഈ റൂള് പഠിച്ചു വെക്കുക കേട്ടോ. All zeros to the right of decimal point are significant. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 72.00. അപ്പൊ ഈ പൂജ്യങ്ങളൊക്കെ എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. If the number is less than 1, all zeros on the left of decimal point are not significant. നമ്പർ 1 കുറവാണെങ്കിൽ ഓക്കെ, ആദ്യം വരുന്ന പൂജ്യങ്ങൾ എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ഇവിടെ തന്നെ ഉള്ളൂ 2. അതിപ്പോ യൂണിറ്റ് ഇട്ടാലും കാര്യമൊന്നുമില്ല, ഈ 2 എണ്ണം തന്നെ ഉള്ളൂ. ആദ്യം ഇടുന്ന പൂജ്യങ്ങൾ നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ ആദ്യം ഇടുന്ന പൂജ്യങ്ങൾ എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ഇത് നമ്പർ ഈസ് ലെസ് ദാൻ 1, ഓൾ സീറോസ് ദ റൈറ്റ് ഓഫ് ഡെസിമൽ പോയിന്റ് ബട്ട് ടു ദ ലെഫ്റ്റ് ഓഫ് നോൺ സീറോ ഡിജിറ്റ്സ് ആർ നോട്ട് സിഗ്നിഫിക്കൻ്റ്. ഇപ്പൊ നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ
ഈ 0 മാത്രമല്ല, ഈ 2 0 കൂടെ എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല കേട്ടോ. അപ്പോൾ എത്ര ഉള്ളൂ, ഈ 2 മാത്രമേ സിഗ്നിഫിക്കൻ്റ് ഉള്ളൂ. ഇതിലും എത്ര ഉണ്ടാവും, ഇതിലും 1, ഇതിലും 1. അപ്പോൾ യൂണിറ്റ് ഇട്ടാലും മാറ്റങ്ങൾ വരുന്നില്ല. ഇവിടെ നമ്മൾ യൂണിറ്റ് ഇട്ടപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയെങ്കിൽ, നമുക്ക് ഇവിടെ യൂണിറ്റ് ഇട്ടപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയെങ്കിൽ അങ്ങനെ ഒരു മാറ്റം ഇവിടെ ഇല്ല കേട്ടോ. ഓക്കെ, അത് കമ്പയർ ചെയ്താൽ മാത്രം മതി. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഫാക്ടേഴ്സ് ഹാവ് ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇപ്പോൾ ഡയമീറ്റർ ഈക്വൽ 2r എന്ന് പറയുമ്പോൾ 2 ഇല്ലേ, അതേപോലെ ഈ ഏരിയ ഈക്വൽ ടു πr² പൈ ഇല്ലേ, അതേപോലെ റേഡിയസ് ഈക്വൽ d/2 ഈ 2 ഇല്ലേ, ഇവർക്കൊക്കെ എത്ര SF ഉണ്ട്, ഇൻഫിനിറ്റ് SF ഉണ്ടെന്നാ പറയാം. ഇത് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഡിവിഷൻ ഫാക്ടേഴ്സ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറും ഡിവിഷൻ ഫാക്ടേഴ്സിനൊക്കെ എത്ര SF ഉണ്ടാവും, ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻ്റ് ഉണ്ടാവും. അവർ എക്സാക്ട് നമ്പേഴ്സ് ആണ്. അപ്പോൾ അവർക്ക് ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടാവും. ഓക്കെ, ഈ റൗണ്ടിങ് ഓഫിലേക്ക് കടക്കട്ടെ. റൗണ്ടിങ് ഓഫ്, ഈ റൗണ്ടിങ് ഓഫ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നോക്കട്ടോ, റൗണ്ട് ഓഫ് ടു 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയാണ്. അപ്പൊ നമുക്ക് ഇവിടെ 1, 2, 3 ഇവിടെ വെച്ച് റൗണ്ട് ഓഫ് ചെയ്യണം. ഇവിടെ കട്ട് ചെയ്യണം. ഈ കട്ട് ചെയ്യേണ്ട ഡീറ്റിനെ പറഞ്ഞ പേരാണെന്ത്, ഡിജിറ്റ് ടു ബി ഡ്രോപ്പ്. 5 ആണ് ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ്. അതിന്റെ കൂടെ പോകുന്ന ഡീറ്റിന്റെ പേരാണ് ഫോളോയിങ് ഡിജിറ്റ്. അതിന് മുമ്പുള്ള ഡീറ്റിന്റെ പേരാണ് പ്രിസീഡിങ് ഡിജിറ്റ്. എവിടെ കട്ട് ചെയ്യുന്നു, അപ്പൊ ആദ്യം പോകുന്ന ഡിജിറ്റ് ആണെന്ത്, ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ്. അതിന്റെ കൂടെ പോകുന്ന ഫോളോയിങ് ഡിജിറ്റ്, അതിന്റെ മുമ്പിലുള്ള ഡിജിറ്റ് ആരാണ്, പ്രിസീഡിങ് ഡിജിറ്റ്. ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. റൂൾസ് ഫോർ റൗണ്ട് ഓഫ്. ഇത് ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് സ്മോളർ ദാൻ 5 ലെസ് ദെൻ ദ പ്രിസീഡിങ് ഡിജിറ്റ് ഈസ് അൺചേഞ്ച്ഡ്. നമുക്ക് ഈ നമ്പർ എടുക്കാം, 25.321. ഇപ്പൊ ഡി ടു ബി ഡ്രോപ്ഡ് ആരാണ്, ലെസ് ദാൻ 5 ആണെങ്കിൽ പ്രിസീഡിങ് ഡിജിറ്റ് ആയ 0.3 എന്ത് ചെയ്യില്ല, മാറില്ല. അത് 25.3 തന്നെയായിരിക്കും. ഇത് ഡി ടു ബി ഡ്രോപ്ഡ് ഈസ് ഗ്രേറ്റർ ദാൻ 5 then the preceding digit is increased by 1. 25.381 വെച്ചോ. അപ്പോൾ ഡി ടു ബി ഡ്രോപ്ഡ് ആരാണ്, 8 ആണ്. അത് 5-നേക്കാളും കൂടുതലാണ്. അപ്പോൾ preceding digit ഒന്ന് ആഡ് ചെയ്യണം. 25 എന്ത് കിട്ടും, 4 എന്ന് കിട്ടും. ഓക്കെ, ഇത് ഡി ടു ബി ഡ്രോപ്ഡ് ഈസ് 5 followed by a non-zero digit then the preceding digit is increased by 1. ഇനി 5 ആണെങ്കിൽ 25.358. ഇപ്പൊ ഡി ടു ബി ഡ്രോപ്ഡ് 5 ആണ്. ഇതിന്റെ അപ്പുറത്ത് ആരാണ്, ഒരു നോൺ സീറോ ഡിജിറ്റ് ആണെങ്കിൽ കണ്ണ് മൂട്ടി ഇപ്പുറത്ത് ഒന്ന് കൂട്ടിക്കോളൂ, 25.4. ഓക്കെ, അത് അപ്പുറത്തെ നമ്പർ നോൺ സീറോ ആയാൽ മതി കേട്ടോ. അടുത്ത് നോക്ക്, ഇത് ഡി ടു ബി ഡ്രോപ്ഡ് ഈസ് 5 ഫോളോഡ് ബൈ 0 or nil. ഇപ്പൊ 25.350 എന്ന് വരാനുണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ ഡി ടു ബി ഡ്രോപ്ഡ് ആരാണ്, 5 ആണ്. ഈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നാലുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പ്രിസീഡിങ് ഡിജിറ്റിലേക്ക് നോക്കണം. ഇത് ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ? ഇതൊരു ഓഡ് നമ്പർ ആണ്. ഓഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് കൂട്ടണം. ഈവൺ ആണെങ്കിൽ ഒരു മാറ്റവും വരില്ല. ഓക്കെ, ഇപ്പൊ ആദ്യം പറഞ്ഞേക്കണ ഏതാണ്, ഈവൺ ആയതുകൊണ്ട് ഞാൻ ഈവൺ എടുക്കാം കേട്ടോ. ആദ്യത്തെ എക്സാമ്പിൾ നോക്കിക്കോട്ടോ. 25.250 എന്ന് വിചാരിച്ചോ. പ്രിസീഡിങ് ഡിജിറ്റ് ഈസ് 5 ഫോളോഡ് ബൈ ആരാണ്, 0. അപ്പൊ ഇപ്പുറത്ത് ആരാ കിട്ടി, ഈ 2 എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ആരാണ്, ഇതൊരു ഈവൺ നമ്പർ ആണ്. അപ്പൊ ഒരു മാറ്റവും വരില്ല, 25.2 തന്നെ. 25. നോക്കട്ടോ, 25.05 എഴുതി. ഇപ്പൊ ഡി ടു ബി ഡ്രോപ്ഡ് ആരാണ്, 5. അപ്പുറത്ത് ആരാണ്, ഒന്നുമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തേക്ക് നോക്കുക. അവിടെ ഈവൺ അല്ല, ഇവിടെ 0 വന്നിരിക്കണം. അപ്പോൾ ഒരു മാറ്റവും വരില്ല, 25.0 തന്നെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ് കേട്ടോ. ഇനി അടുത്ത കേസ് നോക്കാം. ഡി ടു ബി ഡ്രോപ്ഡ് ഈസ് 5 ഫോളോഡ് ബൈ 0 or nil then the preceding digit is increased by 1 if it is odd. 25.750 എന്ന് വിചാരിച്ചോ. ഇപ്പൊ കളയേണ്ട ഡിജിറ്റ് ആരാണ്, 5 ആണ്. അപ്പൊ എന്ത് ചെയ്യണം, അതിന്റെ ഇപ്പുറത്തേക്ക് നോക്കി. ഇപ്പൊ ഇതെന്ത് നമ്പർ ആണത്, ഇതൊരു ഓഡ് നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് കൂട്ടണം. അപ്പൊ 25.8 എന്ന് കിട്ടും. ഇപ്പൊ 25.05 എന്ന് വിചാരിച്ചോ. അപ്പൊ കളയേണ്ട ഡിജിറ്റ് ആരാണ്, 5. നോക്കട്ടോ, 25.35 എന്ന് വിചാരിച്ചോ. കളയേണ്ട ഡിജിറ്റ് ആരാണ്, 5. അതിന്റെ അപ്പുറത്ത് ആരാണ്, 0. ഒന്നുമില്ല. ഇപ്പുറത്തേക്ക് നോക്കിയപ്പോൾ എന്ത് കിട്ടി, ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കൂട്ടുക. അപ്പൊ 25 എന്ത് കിട്ടും, 4 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ റൗണ്ടിങ് ഓഫിന്റെ റൂൾസ്. അപ്പൊ ഞാൻ പറയട്ടെ, കളയേണ്ട ആള് നോക്കിക്കൊണ്ട്, കളയേണ്ട ആള് 5-നേക്കാളും കുറവാണെങ്കിൽ
എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല, അപ്പുറത്തെ നമ്പർ അതുപോലെ ഇടുക. കളയേണ്ട ആള് എന്താണ് 5നേക്കാളും കൂടുതലാണെങ്കിൽ ഇപ്പുറത്തെ പ്രസിഡന്റ് ഡേറ്റ് ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ, കളയേണ്ട ആൾ 5 ആണെങ്കിൽ 3 റൂൾസ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് നോൺ സീറോ വന്നാൽ ഓടാണോ ഈവണോ നോക്കേണ്ട ആവശ്യമില്ല, എന്തായാലും പ്രസിഡന്റ് ഡേറ്റ് ഒന്ന് റൈസ് ചെയ്യുക. കളയേണ്ട ആള് 5 അതിൻ്റെ അപ്പുറത്ത് 0 അല്ലെങ്കിൽ ഒന്നും ഇല്ലാന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തേക്ക് നോക്കുക. ഈവണോ 0 ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഓടാണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു നമ്പർ ഒന്ന് ആഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് റൗണ്ടിങ് ഓഫിന്റെ റൂൾസ് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ഇൻസിഗ്നിഫിക്കൻറ്റ് സീറോസ് ഇൻ ദ മെഷർമെന്റ് ഓഫ് ക്വാണ്ടിറ്റി ആണ് കാണുന്നത് കേട്ടോ. 0.00327 ഇതിൽ നമുക്ക് കാണേണ്ടത് ഇൻസിഗ്നിഫിക്കൻറ്റ് സീറോസ് ആണ് കാണേണ്ടത്. ഈ 3 സിഗ്നിഫിക്കൻ്റ് ആണ്, 2 സിഗ്നിഫിക്കൻ്റ് ആണ്, 7 സിഗ്നിഫിക്കൻ്റ് ആണ്. ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ അവസാനം വന്ന പൂജ്യവും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പൊ പിന്നെ ഏതൊക്കെ പൂജ്യങ്ങൾ ബാക്കിയുണ്ട്, ഈ പൂജ്യം, ഈ പൂജ്യം, ഈ പൂജ്യം. ആദ്യം വരുന്ന ഈ പൂജ്യങ്ങൾ എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പൊ എത്രയായിരിക്കും ആൻസർ? 3. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ റൂൾസ്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ ഈ SF വന്ന സമയത്തുള്ള മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനും കേട്ടോ. അപ്പൊ നമ്മൾ നോക്കുക, 25.23 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24.23 ആണ് അല്ലേ. ഇനി നമ്മൾ നോക്കേണ്ടത് ഫൈനൽ റിസൾട്ട് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ സെയിം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ആസ് ദാറ്റ് ഓഫ് ദ നമ്പർ വിത്ത് മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്. അല്ലെ, ഇതിൽ എത്ര ഉണ്ട്? 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. ഇതിലോ ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്. മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് 1 ആണ്. അപ്പൊ ആൻസറിൽ 1 മതി. അപ്പൊ ഈ 3 കട്ട് ചെയ്യണം. അപ്പൊ 24.2 എന്ന് വരും. ഓക്കെ, നോക്കട്ടോ, 44 + 1.50 ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 45.50 എന്ന് കിട്ടും. അപ്പൊ ഇതിൽ ഡെസിമൽ പ്ലേസ് ഇല്ല, ഇതിൽ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പൊ ആൻസറിന് ഡെസിമൽ പ്ലേസ് വേണ്ട. അപ്പൊ നമ്മൾ റൗണ്ടിങ് ഓഫിന്റെ റൂൾസ് അപ്ലൈ ചെയ്യണം. കളയേണ്ട ഡേറ്റ് ആരാണ്? 5 ആണ്. ഓക്കെ, ഇവിടെ പോയിന്റ് കേട്ടോ. ഈ 5 ആയതുകൊണ്ട് തന്നെ അപ്പുറത്ത് 0 വന്നു. അപ്പൊ ഇപ്പുറത്ത് നോക്കിയപ്പോൾ ഓഡ് നമ്പർ ആണ്. അപ്പൊ 1 ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 46. ഓക്കെ, ഇനി അടുത്ത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പറഞ്ഞ സമയത്ത് ദ റിസൾട്ട് ഷുഡ് റിപ്പോർട്ടഡ് ടു ദ സെയിം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആസ് ദാറ്റ് ഓഫ് ദ നമ്പർ വിത്ത് മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ, മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5.55 എന്നല്ലേ കിട്ടുക. ഇത് എത്ര ഉണ്ട്? 3 SF. അതിൽ എത്ര ഉണ്ട്? 1 SF. അപ്പൊ ആൻസറിൽ എത്ര മതി? 1 SF മതി. ഈ 5 കളയുമ്പോൾ അപ്പുറത്ത് നോൺ സീറോ വന്നുകൊണ്ട് 1 കൂട്ടിയിട്ട് നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. ഓക്കെ, കുഴപ്പമില്ല. എന്ത് കിട്ടും? ഈ 5 വന്നുകൊണ്ട് നോക്കട്ടോ, 5.55 എന്ന് കിട്ടും. കളയുന്ന ഡേറ്റ് ആരാണ്? 5 അല്ലേ. അപ്പൊ അപ്പുറത്ത് ആരാണ്? നോൺ സീറോ. അപ്പൊ ഒന്ന് ആഡ് ചെയ്യുക. അപ്പുറത്ത് കിട്ടും 6. കാരണം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഡെസിമൽ പ്ലേസ് അല്ല നോക്കേണ്ടത്, SF ആണ് നോക്കേണ്ടത്. ആർക്കാണ് മിനിമം നമ്പർ ഓഫ് SF അത് വരേണ്ടേ പാടുള്ളൂ. ഡിവിഷൻ നോക്കിക്കോ, 2.222/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1.111 എന്നല്ലേ കിട്ടുക. ഇതിൽ 4 SF ഉണ്ട്, അതിൽ 1 SF ഉണ്ട്. അപ്പൊ ആൻസർ എത്ര മതി? 1 SF മതി. ഇവിടെ കട്ട് ചെയ്തു. ഇത് കളയേണ്ട ഡേറ്റ് എത്രയാണ്? 1 ആണ്. 1 ആണെങ്കിൽ 5നേക്കാളും കുറവാണ്. അപ്പൊ ആൻസർ എന്തായിരിക്കും? 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The mass of a box measured by a grocer balance is 3.3 kg. 2 gold pieces of mass 10.15 gram and 10.17 gram are added to the box. Total mass of the box. എല്ലാ ആൻസർ കിലോഗ്രാമിക്ക് ആയതുകൊണ്ട് 3.3 കിലോഗ്രാം പ്ലസ് അടുത്തറിയാ ഗ്രാമിലാണ് കൊടുത്തേക്കണം. ഗ്രാമിനെ കിലോഗ്രാമിക്ക് മാറ്റാൻ 3 പോയിന്റ് മാറ്റിയിട്ടാൽ മതി. 0.01015. ഓക്കെ, അടുത്തത് 0.01017. എല്ലാം കൂടെ ആഡ് ചെയ്യാം. 3.32032 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട സംഭവം ഇത് അഡീഷൻ ആണ്. അഡീഷൻ ആകുമ്പോൾ ആർക്കാണ് മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ്? ഇതൊരു ഡെസിമൽ പ്ലേസ്, മറ്റേ രണ്ടിനും 2 ഡെസിമൽ പ്ലേസ് ഉള്ളത്. അപ്പൊ ആൻസർ ഒരു ഡെസിമൽ പ്ലേസ് മതി. ഇവിടെ കട്ട് ചെയ്യാം. കളയേണ്ട ആളാരാണ്? 2 5നേക്കാളും ചെറുതാണ്. അപ്പൊ ആൻസർ എത്ര കിട്ടും? 3.3 എന്ന് കിട്ടും കേട്ടോ. അഡീഷണൽ സബ്ട്രാക്ഷൻ നമ്മൾ ഡെസിമൽ പ്ലേസ് ആണ് നോക്കേണ്ടത്. മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് വന്നത് ഏതാണോ അതാണ് ആൻസർ ഇടുന്നത് കേട്ടോ. നെക്സ്റ്റ് ഈസ് വെർനിയർ കാലിപ്പർ. നമ്മൾ സാധാരണ സ്കെയിലിനേക്കാളും കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട്
ലെങ്ത് മെഷർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണെന്ന് വെർനിയർ കാലിപ്പർ. അതിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങളിവിടെ കാണുന്നത്. നമുക്കതിൻ്റെ റീഡിംഗ് എടുക്കുന്ന രീതികളിലേക്ക് നോക്കാം. ലീസ്റ്റ് കൗണ്ട് കാണാൻ സ്റ്റെപ്പ് ഉണ്ട്. ലീസ്റ്റ് കൗണ്ട് ഇക്വേഷൻ ആണെന്ത് 1 MSD മൈനസ് 1 VSD. ഓക്കെ, ഇതിൽ VSD യും MSD ഒക്കെ ക്വസ്റ്റ്യനിൽ മിക്കവാറും ഉണ്ടാവും, അല്ലെങ്കിൽ ഹിൻഡ് ഉണ്ടാവും അവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന. ആ ഹിൻഡ് ഉപയോഗിച്ച് നമ്മൾ ലീസ്റ്റ് കൗണ്ട് കാണാം. ഓക്കെ, ഇപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 2 സ്കെയിൽ ഉണ്ട്. ഇതിപ്പോൾ നോക്കി ഈ ഫിഗർ നോക്കി, ഇതിൽ ഈ താഴെ കാണുന്ന ഈ മൂവബിൾ ആയിട്ടുള്ള ഈ ഒരു പാർട്ടിലുള്ള ഈ ഒരു സ്കെയിലാണ് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ സ്കെയിലാണ് വെർനിയർ സ്കെയില്. ഈ കാണുന്ന വലിയ സ്കെയിലാണ് എന്ത് മെയിൻ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെയിൻ സ്കെയിലിലെ ഡിവിഷന്റെ പേരാണ് 1 MSD എന്നും ഒരു വെർനിയർ സ്കെയിലിലെ ഡിവിഷന്റെ പേരാണ് 1 VSD എന്നും. VSD കുറച്ച് ചെറുതായിരിക്കും. അപ്പൊ ഇങ്ങനെ ചില ഹിന്റുകളൊക്കെ ഉണ്ടാവും. 10 VSD കോയിൻസൈഡ്സ് വിത്ത് 9 MSD എന്നൊക്കെ പറയും. അപ്പൊ അത് നമുക്ക് ഒരു VSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9/10 MSD എന്ന് കിട്ടും. പിന്നെ MSDയുടെ വാല്യൂ ക്വസ്റ്റിനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എല്ലാം കൂടി ഉപയോഗിച്ച് നമുക്ക് ലീസ്റ്റ് കൗണ്ട് കാണാൻ പറ്റും. ഓക്കെ, ഈ ലീസ്റ്റ് കൗണ്ട് കണ്ടു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇതിന്റെ റീഡിംഗ് എടുക്കുന്ന രീതിയാണ്. പിന്നെ റീഡിംഗ് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, MSR പ്ലസ് VSR ഇൻറ്റു LC ഇങ്ങനെയാണ് എടുക്കേണ്ടത്. MSR എന്ന് പറഞ്ഞാൽ മെയിൻ സ്കെയിൽ റീഡിംഗ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടേ വെച്ചു നോക്കട്ടെ. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ബോളോ അല്ലെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോയിട്ട് ഈ ഭാഗത്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞേക്കണ ഈ വെർനിയറിന്റെ ഈ പൂജ്യം ഉണ്ടല്ലോ, നിങ്ങൾ കാണുന്നില്ല? ഈ വെർനിയറിൽ കാണുന്ന ഈ പൂജ്യം എന്ന് പറഞ്ഞത് ഈ മെയിൻ സ്കെയിലിലെ 2 വരകൾക്ക് ഇടയിൽ നിൽക്കും. അപ്പൊ അതിൽ ഇപ്പൊ ഇതിപ്പോ ഒരു വര ഇപ്പൊ എത്രയാണ് നോക്കട്ടെ. ഇപ്പൊ ഒരു 1, ഇതിപ്പോ എത്രയാ, ഇതൊരു 1 2 3, ഇതൊരു 0.5നും ഇതൊരു 0.7നും ഇടയിലാണെങ്കിൽ നിങ്ങൾ ഏതെടുക്കണം? 0.5 ആണ് എടുക്കേണ്ടത്. ഓക്കെ, കാരണം 0.5 കഴിഞ്ഞിട്ടുണ്ട്, 0.7 ആയിട്ടില്ല. അപ്പൊ 0.5 എടുക്കണം. അപ്പൊ അതായിരിക്കും നമ്മുടെ MSR. ഇവിടെ എന്ത് കൊടുക്കുക? ദാറ്റ് ഈസ് 0.5 എന്ന് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ അടുത്ത VSR കാണേണ്ടത്. VSR എന്ന് പറയുമ്പോൾ ഇതിൽ ഏതോ ഒരു ഡിവിഷൻ ഇപ്പൊ നോക്കി കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ഡിവിഷൻ, ഇപ്പൊ ഈ ഡിവിഷൻ നോക്കിക്കോട്ടെ. ഈ 6 കണ്ടോ? ഈ 6 എന്ന് പറഞ്ഞ വാല്യൂ ഇങ്ങനെ മാച്ച് ആയിട്ട് നിൽക്കുന്നുണ്ട് കരുതിക്കോ. അപ്പൊ ഈ 6 ആയിരിക്കും നമ്മുടെ VSR എന്ന് പറയുന്നത്. അത് ക്വസ്റ്റിൽ ഉണ്ടാവും കൃത്യമായിട്ട്. അപ്പൊ ആ 6 കൊടുക്കുക. ആ 6 കൊടുക്കുന്ന സമയത്ത് 6 ഇൻറ്റു നേരത്തെ കണ്ടുപിടിച്ച LC അത് എത്രയാണ്? വല്ല 0.01 സെന്റിമീറ്റർ ഒക്കെ ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു 0.56 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇത് 0.5നും 0.7നും ഇടയ്ക്കുള്ള റീഡിംഗ് ആണല്ലോ. അപ്പൊ അത് 0.56 നമുക്ക് കിട്ടി. കുറച്ചും കൂടെ ഡീപ്പായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ പറ്റും. ഓക്കെ, ഇത് നമുക്ക് കൂടുതൽ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. നമുക്കൊരു പ്രോബ്ലം ചെയ്തിട്ട് ഇതിലേക്ക് നോക്കാം കേട്ടോ. അത് ലീസ്റ്റ് കൗണ്ട് കാണാൻ വേണ്ടിയാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാറ്. അതുപോലെ തന്നെ ഇതിന്റെ ന്യൂമറിക്കൽ ആയിട്ടുള്ള വേറെ പ്രോബ്ലങ്ങളും ഉണ്ട്. 2 ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ സ്കെയിൽ ഓഫ് വെർനിയർ കാലിപ്പർ ഹാസ് n divisions per centimeter. n divisions of the vernier scale coincides with the n-1 divisions of the main scale. The least count of the vernier caliper is. Okay, ഇതിൽ പറയുന്നുണ്ട് n divisions per centimeter എന്ന് പറഞ്ഞാൽ ഒരു സെന്റിമീറ്ററിൽ എത്ര ഡിവിഷൻസ് ഉണ്ട്? n ഡിവിഷൻസ് ഉണ്ട്. മെയിൻ സ്കെയിൽ അല്ലേ, n MSD കേട്ടോ. അപ്പോൾ ഒരു MSD എത്രയായിരിക്കും? 1 MSD ഈക്വൽ ടു 1/n സെന്റിമീറ്റർ എന്ന് കിട്ടും. ഒരു സെന്റിമീറ്ററിനെ n ഡിവിഷൻസ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 സെന്റിമീറ്റർ ഈക്വൽ ടു n MSD. അപ്പോൾ ഒരു MSD എത്രയായിരിക്കും? 1/n സെന്റിമീറ്റർ. ഇനി പറഞ്ഞത് n ഡിവിഷൻസ് ഓഫ് ദ വെർനിയർ സ്കെയിൽ കോയിൻസൈഡ്സ് വിത്ത് n-1 ഡിവിഷൻസ് ഓഫ് ദ മെയിൻ സ്കെയിൽ. n VSD ഈക്വൽ ടു n-1 MSD. അപ്പോൾ ഒരു VSD എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു n-1/n MSD എന്ന് കിട്ടി. VSD കിട്ടി, MSD കിട്ടി. ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻ 1 MSD മൈനസ് 1 VSD. അപ്പോൾ 1 MSD മൈനസ് n-1/n അത്രയും MSD. 1 മൈനസ് ഓഫ് n-1/n എന്ത് കിട്ടും? MSD. സോഡിയം എന്ത് കിട്ടും? n മൈനസ് ഓഫ് n-1/n MSD ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n MSD എന്ന് കിട്ടും. 1/n ഇൻറ്റു ഒരു MSD എത്രയായിരുന്നു? 1/n സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 1/n² സെന്റിമീറ്റർ എന്ന് കിട്ടും. ഏത് ഓപ്ഷൻ? ഡി. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഹിന്റ് അത് നിങ്ങൾ ഫോളോ ചെയ്യുക, അത്രേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് ദ മെയിൻ സ്കെയിൽ ഓഫ് എ വെർനിയർ കാലിപ്പർ ഈസ് 1 mm. അതായത് ഈ ക്വസ്റ്റ്യൻ വളരെ വൃത്തിയായിട്ട്
മെയിൻ സ്കെയിലിലെ സ്മോളസ്റ്റ് ഡിവിഷൻ 1 MSD എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 mm എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെന്റിമീറ്ററിലേക്ക് പറയുകയാണെങ്കിൽ 0.1 സെന്റിമീറ്റർ. ആൻഡ് 10 വെർണിയർ സ്കെയിൽ കോയിൻസൈഡ്സ് വിത്ത് 9 മെയിൻ സ്കെയിൽ ഡിവിഷൻസ്. ഇവിടെ ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ട്, 10 VSD ഈക്വൽ ടു 9 MSD. സാധാരണ കൊടുക്കാറുള്ള ഹിന്റാണ് 1 VSD ഈക്വൽ ടു 9/10 MSD. അപ്പൊ ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻ 1 MSD മൈനസ് 1 VSD എന്ന് പറയുമ്പോൾ 1 MSD മൈനസ് 9/10 MSD എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10 MSD 1/10 ഇൻറ്റു 0.1 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 0.01 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി റീഡിംഗ് ആണുള്ള സ്റ്റെപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, MSR പ്ലസ് VSR ഇൻറ്റു LC എന്നാണ് നമ്മുടെ സ്റ്റെപ്പ്. അപ്പൊ MSR എന്ന് പറഞ്ഞാൽ അതേപോലെ പ്രത്യേകമായി പറയുന്നുണ്ട് 2.0ക്കും 2.1 ഇടയ്ക്ക്. അപ്പൊ 2.0ക്കും 2.1 ഇടയ്ക്കാണ് നമ്മുടെ വെർണിയറിന്റെ 0. 2.0ക്കും 2.1 ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഏതെടുക്കേണ്ടത് നമ്മൾ 2.0 സെന്റിമീറ്റർ എടുത്ത് കേട്ടോ, പ്ലസ് VSR. പിന്നെ ഇവർ പറയുന്നുണ്ട് 5th ഡിവിഷൻസ് ഓഫ് ദ വെർണിയർ സ്കെയിൽസ് കോയിൻസൈഡ്സ് വിത്ത് സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇതിലുള്ള 0, 1, 2, 3, 4, 5 ഇതിലുള്ള പല ഡിവിഷൻസ് പറയുമ്പോൾ ഈ 5ാമത്തെ ഡിവിഷൻ ഇങ്ങനെ ലൈനിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഏത് ഡിവിഷൻ നമ്മൾ എടുക്കേണ്ടത്? 5ാമത്തെ ഡിവിഷൻ നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ 5ാമത്തെ ഡിവിഷനാണ് VSR ഇൻറ്റു LC ആരാണ് 0.01 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 2.05 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇങ്ങനെയാണ് വെർണിയർ കാലിപ്പറിന്റെ റീഡിങ് നമ്മൾ എടുക്കേണ്ടത്. ഇതിന്റെ ഒരു വിഷ്വലി നമ്മൾ അതിന്റെ ലോജിക്ക് മനസ്സിലാക്കിയത് വളരെ സിമ്പിൾ ആയ ചോദ്യമാണ്. ഓക്കെ, അടുത്ത് നമുക്ക് എങ്ങോട്ടേക്ക് കിടക്കാം? സ്ക്രൂ ഗേജ്. വെർണിയർ കാലിപ്പറെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഉപകരണമാണ് എന്താ? സ്ക്രൂ ഗേജ്. ഓക്കെ, അപ്പൊ സ്ക്രൂ ഗേജ് എന്ന് പറയുമ്പോൾ ഇതിന് 2 സ്കെയിൽ ഉണ്ട്, ഹെഡ് സ്കെയിൽ ഉണ്ട്, അതുപോലെ തന്നെ പിച്ച് സ്കെയിൽ എന്ന് പറയും ഹെഡ് സ്കെയിലിന്, അതുപോലെ അല്ലെങ്കിൽ പിന്നെ സർക്കുലർ സ്കെയിൽ അല്ലെങ്കിൽ ഈ റൊട്ടേറ്റിംഗ് സ്കെയിൽ കേട്ടോ. 2 സ്കെയിൽ ഉണ്ട്. അത് നമ്മൾ ആദ്യം ഈ വെർണിയർ കാലിപ്പർ പോലെ സ്ക്രൂ ഗേജ് ടൈറ്റ് ആക്കി വെക്കാൻ പറ്റും. ഈ ടൈറ്റ് ആക്കി വെക്കുമ്പോൾ ഈ ഫസ്റ്റ് ഫിഗർ നിങ്ങൾ കണ്ടോ? ഈ ഫസ്റ്റ് ഫിഗറിൽ ഇതിന്റെ 0 ഇങ്ങനെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ 0 എറർ ഇല്ല എന്നർത്ഥം. ഓക്കെ, 0 കോയിൻസിഡൻസ് എത്രയാണ്? ഇവിടെ 0 ആണ്. ഇതിൽ 0 കോയിൻസിഡൻസ് 2 ആണ്. ഓക്കെ, ഇതിൽ 0 കോയിൻസിഡൻസ് 46 ആണ്. അപ്പൊ ഈ നമ്മുടെ ഇതാണ് നമ്മളുടെ എന്ത്? ഈ കാണുന്ന ലൈൻ കണ്ടില്ലേ? ഈ ലൈനാണ് നമ്മുടെ പിച്ച് സ്കെയിലിന്റെ ഒരു ലൈൻ. ആ ലൈനുമായിട്ട് വരുന്ന സർക്കുലർ സ്കെയിലിന്റെ ഡിവിഷൻ ഏതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ അത് 0 എന്നാണ് കിട്ടിയേക്കണം കേട്ടോ. ഓക്കെ, 0 കോയിൻസിഡൻസ് എന്ന് പറയും. 0 കോയിൻസിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നോക്കി, ഇതിൽ 0 കോയിൻസിഡൻസ് 0, ഇതിൽ 0 കോയിൻസിഡൻസ് എത്രയാണ്? 2, ഇതിൽ 0 കോയിൻസിഡൻസ് എത്രയാണ്? 46. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്, 0 കറക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. 0 എറർ ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നോക്കിക്കോളൂ, 0 കോയിൻസിഡൻസ് പറഞ്ഞത് 2 ആണെങ്കിൽ 0 കറക്ഷൻ എങ്ങനെ കാണാം? നമ്മളിപ്പോ 0 കോയിൻസിഡൻസ് പറയുമ്പോൾ നമ്മളെ സർക്കുലർ സ്കെയിലിന്റെ 0 എവിടെ നിൽക്കണത്? താഴെ നിൽക്കുന്നു. ഇവിടെ 1, ഇവിടെ 2 ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ സമയത്ത് എന്ത് റീഡിങ് എടുത്താലും ഇത് 2ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ 2 എപ്പോഴും കൂടുതലായിരിക്കും. അപ്പൊ 0 കറക്ഷൻ എത്രയായിരിക്കും? -2ഉം 0 എറർ എത്രയായിരിക്കും? +2 ആയിരിക്കും. നമ്മൾ മനസ്സിലായി. 0 കറക്ഷൻ എന്താണോ അതിന് നെഗറ്റീവ് ആയിരിക്കും എന്ത്? 0 എറർ. ഈ വേറെ എക്സാമ്പിൾ നോക്കോട്ടെ. വേറൊരു സ്ക്രൂ ഗേജിന്റെ കേസിൽ നമ്മളിപ്പോ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവിടെ ഒരു 40 എന്നാണ് കണ്ടേക്കണം. അപ്പൊ നമ്മുടെ ഈ ലൈനിൽ കിടക്കുന്ന 40 ആണ്. അപ്പൊ ഇതിൽ 0 കോയിൻസിഡൻസ് എത്രയാണ്? 40 ആണെങ്കിൽ എങ്ങനെ എടുക്കണം? നമ്മൾ 0 കോയിൻസിഡൻസ് 40 ആണെങ്കിൽ 0 കറക്ഷൻ എത്രയായിരിക്കും? ഒരു കാര്യം ചെയ്യാം, കുറച്ച് വലിയ വാല്യൂ എടുക്കട്ടോ. 0 കോയിൻസിഡൻസ് 80. ഇത് മൊത്തം 100 ഡിവിഷൻസ് ഉള്ള സർക്കുലർ സ്കെയിൽ ആണെങ്കിൽ 80 എന്ന് പറയുമ്പോൾ ഇതിന്റെ 0 കിടക്കുന്നത് ആക്ച്വലി ബാക്കിലല്ല, ഫ്രണ്ടിലാവും ഇതിന്റെ 0 കിടക്കണ്ടാവുക. അപ്പൊ എന്തെടുത്താലും കുറച്ച് റീഡിങ് കുറവായിരിക്കും ഇതിൽ. അപ്പോൾ നമ്മൾ 0 കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 100ൽ നിന്ന് ഈ നമ്പർ കുറയ്ക്കുകയാണ് വേണ്ടത്.
അപ്പൊ എത്രയായിരിക്കും കിട്ടുക? ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും? ഇപ്പൊ ഇത് 80 എന്നല്ലേ പറഞ്ഞത്? ഇത് 80 ആണെങ്കിൽ എത്രയായിരിക്കും? ഇത് +20 എന്നായിരിക്കും. ഇതിൽ 0 കറക്ഷൻ. അപ്പൊ 0 എറർ എത്രയായിരിക്കും? -20 എന്ന് വരും. അപ്പൊ നമ്മൾ എടുക്കേണ്ട ലോജിക്ക് എന്താ വെച്ചാൽ, ഇപ്പൊ 100 ഡിവിഷൻസ് ഉള്ള ഒരു സർക്കുലർ സ്കെയിൽ ആണെങ്കിൽ 50 എടുക്കുക. 50യോ 50യിൽ താഴെയോ ആണെങ്കിൽ, ഓക്കെ, 50ക്ക് താഴെയാണെങ്കിൽ വരുന്നെങ്കിൽ 0 കോൺസ്റ്റൻസ് വരുന്നെങ്കിൽ 0 കറക്ഷൻ എന്തായിരിക്കും? നേരെ നെഗറ്റീവ് എടുക്കുക. 0 എറർ അതിന്റെ പ്ലസ് കൊടുക്കുക. എന്നാൽ 50യോ 50യുടെ മുകളിലോ ആണെങ്കിൽ 0 അങ്ങനെയാണ് വരുന്നതെങ്കിൽ 100ൽ നിന്ന് ആ നമ്പർ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? +20 എന്ന് കിട്ടും. അതായിരിക്കും 0 കറക്ഷൻ. അതിന് നെഗറ്റീവ് ആയിരിക്കും എന്ത്? 0 എറർ. ഇതിനൊക്കെ പറയുമ്പോൾ ചില സംശയങ്ങൾ ഉണ്ടാവും. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ശരിയാക്കാം കേട്ടോ. ഇത് ലാബിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഓൾറെഡി ലാബ് എക്സാം കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ എൻട്രൻസ് എക്സാം ഒക്കെ വരുന്നത്. അപ്പോഴൊക്കെ നിങ്ങൾക്ക് അത് കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2 full turns of a circular scale of screw gauge covered a distance 1 mm on its main scale. അപ്പൊ നമുക്ക് ആദ്യം ഈ സ്ക്രൂ ഗേജിന്റെ കാര്യത്തിൽ പിച്ച് എന്നൊരു സാധനം കാണാനുണ്ട്. എന്താണ് ഈ പിച്ച്? ഓക്കെ, ഡിസ്റ്റൻസ് മൂവ്ഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് റൊട്ടേഷൻസ്. ഇതാണ് റൊട്ടേഷൻസ്. ഇതാണ് പിച്ച്. ഡിസ്റ്റൻസ് മൂവ്ഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 mm ഡിവൈഡ് ബൈ നമ്പർ ഓഫ് റൊട്ടേഷൻസ് എത്രയാണ്? 2 full turns 2. ഇപ്പൊ 1/2 0.5 mm ആണ് ഇവിടുത്തെ പിച്ച്. ഇതിൽ ലീസ്റ്റ് കൗണ്ട് ഇങ്ങനെ നമ്മളെ ലാബിൽ പറയണ്ടാവുമല്ലോ. ടീച്ചർ എന്ന് പറയും ഒരു 6 വട്ടം കറക്കാൻ പറയും. പിന്നെ എത്ര ദൂരം പോയി നോക്കും. അപ്പൊ ഒരു 6 mm പോകും. അപ്പൊ 6 mm ഡിവൈഡ് ബൈ 6, അപ്പൊ 1 mm എന്ന് കിട്ടും ഇല്ലേ? ഇതിലിപ്പോ അങ്ങനെയല്ല. 2 വട്ടം കറക്കുമ്പോൾ 1 mm പോകുന്നുള്ളതുകൊണ്ട് 0.5 mm എന്ന് കിട്ടിയത്. അപ്പൊ ആ ഒരു ക്വസ്റ്റിന് പറഞ്ഞ പോലെയാണ് നമ്മൾ ചെയ്യാൻ. ഇതാണ് പിച്ച്. അടുത്ത ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് ഇക്വേഷൻ എന്താ? പിച്ച് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ സർക്കുലർ സ്കെയിൽ. ഇനി വായിച്ചു കഴിഞ്ഞ് നോക്കട്ടോ. ഓക്കെ, 2 full turns of a circular scale of a screw gauge cover a distance 1 mm on its main scale. Total number of division in the circular scale is 50. ഓക്കെ, അപ്പൊ 50 ആയതുകൊണ്ട് പിച്ച് എത്ര കിട്ടി? 0.5 mm ഡിവൈഡ് ബൈ 50 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 0.01 mm എന്നാണ് കിട്ടുക. അപ്പൊ ലീസ്റ്റ് കൗണ്ടും കിട്ടി. ഇനി അടുത്ത് നോക്കട്ടോ. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് സ്ക്രൂ ഗേജ് ഹാസ് എ 0 കോൺസ്റ്റൻസ് 3. 0 കോൺസ്റ്റൻസ് എത്രയാണ്? 3 ആണ്. ഇത് 50 ഡിവിഷൻസ് ഉള്ള സർക്കുലർ സ്കെയിൽ ആയതുകൊണ്ട് ഇതിന് മിഡിൽ പോയിന്റ് 25 ആയിരിക്കും. അപ്പൊ 25 താഴെ ആണെങ്കിൽ എന്ത് ചെയ്യണം? മൈനസും. 25ന്റെ മുകളിലാണെങ്കിൽ 15 സബ്ട്രാക്ട് ചെയ്തിട്ട് +1 കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ 0 കറക്ഷൻ എത്രയായിരിക്കും? -3ഉം 0 എറർ എത്രയായിരിക്കും? +3 ആയിരിക്കും. ഓക്കെ, കാരണം ഇതിൽ നമ്മളിപ്പോൾ ഒന്നും വിളിക്കാണ്ട് തന്നെ 3 കാണിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ വെയിങ് മെഷീനിൽ കയറിയിരിക്കുകയാണ്. ഞാൻ കയറി നിൽക്കുന്നതിന് മുമ്പ് തന്നെ അത് 5 കിലോ കാണിച്ചാൽ 50 kg ഉള്ള ഞാൻ കയറി നിൽക്കുമ്പോൾ 55 എന്നല്ലേ കാണിക്കുക. അപ്പോൾ ഒരു 5 നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അതുപോലെ നമ്മൾ 0 കറക്ഷൻ എന്ത് ചെയ്യണം? -3 ചെയ്യണം. അപ്പൊ അത് കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് PSR പ്ലസ് കറക്റ്റഡ് HSR ഇൻറ്റു LC. ഇങ്ങനെയാണ് നമ്മൾ ലാബിൽ ചെയ്യേണ്ടാവുക. PSR പിച്ച് സ്കെയിൽ റീഡിംഗ് എന്ന് പറയും. ഓക്കെ, നമ്മുടെ സ്ക്രൂ ഗേജ് കാണിക്കുന്ന കാര്യം പറഞ്ഞവിടെ വെച്ചാൽ നോക്കട്ടോ. വൈൽ മെഷറിംഗ് ദ ഡയമീറ്റർ ഓഫ് എ തിൻ വയർ സ്റ്റുഡന്റ് നോട്ട് ദാറ്റ് മെയിൻ സ്കെയിൽ റീഡിംഗ് ഈസ് 3 mm. അതായത് നമ്മുടെ ഈ ഒരു സർക്കുലർ സ്കെയിൽ ഉണ്ടാവുമല്ലോ, ഇതാണ് സർക്കുലർ സ്കെയിൽ. അതിൽ 3 mm 0, 1, 2, 3 ഇതാണ് 0 കഴിഞ്ഞ് 3 വരെ കാണിക്കേണ്ടത്. അപ്പൊ 3 mm ആണ് കാണിക്കുന്നത്. അപ്പൊ മെയിൽ സ്കെയിൽ റീഡിംഗ് എത്രയാണ്? 3 mm. ഇനി എത്ര HSR പറഞ്ഞത്? HSR എന്ന് പറയുമ്പോൾ HSRന്റെ വാല്യൂ 35 എന്ന് കാണിച്ചാൽ ഇവിടെ അടുത്ത റീഡിംഗ് എത്രയാണ്? 35. അപ്പൊ ഇതാണ് HSR. പക്ഷെ കറക്റ്റ് HSR എന്ന് പറയുമ്പോൾ ഈ കറക്റ്റ് HSRന്റെ ഫോർമുല എന്താ? കറക്റ്റ് HSRന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ 2 രീതി ചെയ്യുക. ഒന്ന് HSR വേണമെങ്കിൽ +0 കറക്ഷൻ, അല്ലെങ്കിൽ HSR ഇത് അല്ലെങ്കിൽ എന്ത് ചെയ്യുക? HSR -0 എറർ. കാരണം ഇവിടെ പ്രത്യേക സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു. 0 എറർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഓൾവേസ് സബ്ട്രാക്ട് ചെയ്യണം. 0 കറക്ഷൻ ആണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ഞാൻ തൽക്കാലം 0 കറക്ഷന്റെ മോഡിൽ എടുക്കാൻ വേണ്ടി പോണത്. അപ്പൊ നമ്മുടെ HSR എത്രയാണ്? HSRന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 35 പ്ലസ് 0 കറക്ഷൻ എത്രയാണ്? 0 കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടുത്തെ സീറോ കറക്ഷൻ -3 ആണ്. -3 ഇൻറ്റു LC എത്രയാണ്? 0.01 മില്ലിമീറ്റർ. അപ്പൊ എത്ര കിട്ടും? 3 mm പ്ലസ് 32, 2 പോയിന്റ് മാറ്റിയ 0.32 mm എന്ന് പറയുമ്പോൾ 3.32 mm എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഇവിടുത്തെ വാല്യൂ കാണും. അപ്പൊ നമ്മൾ ഈ സ്ക്രൂ ഗേജിന്റെ പ്രത്യേകത, ഇതിൽ മൂന്നാമത്തെ വര ഉണ്ട്. അപ്പൊ 3 ഇതാണ് നമ്മുടെ പിച്ച് സ്കെയില്. ഈ കറങ്ങണ സ്കെയിലിലെ ഡിവിഷന്റെ വാല്യൂ എത്രയാണ്? 35 എന്നാണ് കാണിച്ചേക്കുന്നത്. പക്ഷെ കറക്റ്റ് ചെയ്യാണ്, കാരണം ഒന്നും എടുക്കാണ്ട് 3 എന്നാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ 35 എന്ന് പറയുമ്പോൾ 35 ഉണ്ടാവില്ല, 32 ഉണ്ടാവുള്ളൂ. അതാണ് 32 വന്ന്, അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ലോജിക് ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ചാപ്റ്ററിലെ മെയിൻ ഭാഗങ്ങളൊക്കെ അവസാനിച്ചു. നമ്മൾ യൂണിറ്റ് പറഞ്ഞു, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയമെൻഷനാലിസ് പറഞ്ഞു, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പറഞ്ഞു, എറേഴ്സ് പറഞ്ഞു, അവസാനം നമുക്ക് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിന്റെ വളരെ ബ്രീഫായിട്ടുള്ള നമ്മൾ മൊത്തം ഡിസ്കഷനാണ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ ഡിസ്കഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരികയാണെങ്കിൽ താഴെ നമ്മളൊരു വാട്സപ്പ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നോക്കിയാൽ മതി, അത് കിട്ടും. അത് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ തീർക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് വേറൊരു ചാപ്റ്ററിൽ നമുക്ക് അടിപൊളിയായിട്ട് വീണ്ടും കാണാം. ബൈ.